എടാ മോനെ, നീ വളവിട്ടത് കൂടിപ്പോയി തോന്നൂക്കേ. ഇത് വാടിയിട്ട് ഇത് വളത്തിന്റെ ഒന്നുമല്ല. അച്ഛാ, ഇവനുണ്ടല്ലോ സഞ്ജു, നമ്മുടെ പറമ്പിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചപ്പും ചവറ് കുഴിച്ചിട്ടേക്കുവാ. ചപ്പൻ ചോറൊന്നും അല്ല അച്ഛാ. ഞാനിത് നാസറിന്ന് വാങ്ങിയ മുന്തി ഇനം വിത്താ ഞാൻ കുഴിച്ചിട്ടേക്കുന്നു. എടാ ആ പൈസക്ക് PSC ടെസ്റ്റിനുള്ള ബുക്കും മേടിച്ച് പഠിച്ചാ പോരെടാ. ടെക്സ്റ്റ് ബുക്ക് കുറെ ഉണ്ടല്ലോ, അതൊക്കെ മതി. പഠിച്ചു പാസ്സായ നിനക്ക് കൊള്ളാം. ഞാൻ പാസ്സായിക്കോളാം. അച്ഛമ്മ എങ്ങോട്ടാ പോയിരിക്കുന്ന അറിയാലോ? അപ്പച്ചിയുടെ വീട്ടിലോട്ടാ. അതിന് ആ കൊച്ചിനെ പോയി അവിടെ പോയിരുന്നു ഒന്ന് എനർജൈസ് ചെയ്ത് അവൾ അങ്ങനെ ടെസ്റ്റ് പാസ്സായി പോയാലല്ലോ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവളങ്ങ് പാസ്സായിക്കോട്ടെ, എനിക്ക് ബന്ധം. ഇവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവസാനം. മിണ്ടാണ്ടിരിക്കും. അച്ഛമ്മ വന്ന്. അമ്മ എന്താ ഇത്ര പെട്ടെന്ന് വന്നേ? ഞാൻ കരുതി അമ്മ നാളെ വരുള്ളൂന്ന്. മോള് നല്ലപോലെ ഒന്ന് സൽക്കരിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. അച്ഛമ്മേ, സരിതപ്പിച്ച് ഞങ്ങളെ അന്വേഷിച്ചാ? ഇതെന്താന്നും മിണ്ടാത്ത അച്ഛമ്മ? ഇതെന്താ ഫുള്ള് ആട്ടുംകുലുക്കം മാത്രമേ ഉള്ളൂല്ലോ. മക്കളെ, അതെന്തായിരിക്കും അറിയോ? ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോ എല്ല് തൊണ്ടേ കുടുക്കി കാണും. അല്ല, അച്ഛമ്മക്ക് എന്താ മൊത്തത്തിലൊരു പന്തികേട്? പോയപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അച്ഛമ്മ ദേഷ്യപ്പെടണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചെന്ന്. അച്ഛമ്മ ബിരിയാണി കഴിച്ചു, അത് വയറ്റിൽ പിടിച്ചില്ല. അപ്പൊ കക്കൂസ് പോലെ വെപ്രാളത്തിലായിരിക്കും. എടാ പുടി, നിനക്കെങ്ങനെയാടാ ഇത് മനസ്സിലായത്? ഇതൊക്കെ എനിക്ക് സംഭവിച്ചുള്ളതാ. ഇടയ്ക്ക് എനിക്ക് കക്കൂസ് പോവാൻ വെപ്രാളായാലേ ഞാൻ ഊറേ എന്നാ പറയുള്ളൂ. ആർക്കും ഒരു സംശയം തോന്നിയില്ല. അപ്പുണ്ണി ആ സമയത്ത് അത് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ആകപ്പെട്ടു അതിനെ. അങ്ങനെ ഓരോ നിയമങ്ങള്. മുട്ട കയ്യിരിക്കുമ്പോ മിണ്ടാൻ മേലാസം ഒന്നും പറയാൻ പാടില്ല. എന്തെല്ലാം നിയമം! അച്ഛമ്മേ, അച്ഛമ്മ ഏത് ബിരിയാണി കഴിച്ചേ? മട്ടൻ ബിരിയാണി. ഇപ്പൊ ബാത്റൂമിലേക്ക് പോയാ? ബാത്റൂമിലൊന്നും വേണ്ട, വയറൊക്കെ ശരിയായി? വയറ് ശരിയായി. മട്ടൻ ബിരിയാണി തന്നെയാണോ കഴിച്ചത്? മാറി കഴിച്ചൊന്നുമില്ലല്ലോ വേറെന്തെങ്കിലും? മട്ടൻ ബിരിയാണി ഇതൊക്കെയകത്ത് കിടക്കുന്ന മുട്ടയടി പ്രശ്നം ഉണ്ടാക്കിയത്. മട്ടൻ ബിരിയാണിയിൽ എവിടെ മുട്ട? അങ്ങനെ മട്ടൻ ബിരിയാണിക്കകത്ത് മുട്ട കിട്ടുന്ന കട നോക്കി അവിടുന്ന് മേടിച്ചത്. അങ്ങനത്തെ കടയൊക്കെ ഉണ്ടോ? ഒരു കള്ളത്തരൊക്കെ? ഒരു കള്ളത്തരം ഇല്ല എനിക്ക്. അതേതാ കട? കട എന്തിനാ നിങ്ങൾ അറിയണോ? അല്ല, ചോദിച്ചതാ. അത് മുട്ട കിട്ടുന്ന മട്ടൻ ബിരിയാണി കടയൊക്കെ നമുക്ക് അറിയണ്ടേ? അങ്ങ് കുറെ ദൂരം പോകണം കൊച്ചുങ്ങളെ, ഇവിടെ അടുത്തൊന്നുമല്ല. ചാടില്ലേ, ഞങ്ങൾ പൊക്കോളാം. എന്നാ നിങ്ങളത് അന്വേഷിച്ച് തേടി പിടിച്ചു പോ. ഞാനാണ് പറ. എടി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. ഈ പിള്ളേർ രണ്ടുപേരും കൂടെ എന്തൊരു ശല്യം! പോടി പിള്ളേരെ നിങ്ങള്. ഞങ്ങള് പോയേക്കാം. പോങ്ങോട്ടു. അച്ഛമ്മ, എന്തോ പണി അച്ഛമ്മ കാണിക്കുന്നേ? ഞാൻ ഇവിടെ രാവിലെ ഇപ്പൊ വിത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളല്ലോ. പിന്നെ ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഓരോ ചെയ്യുമ്പോൾ വളം കൊണ്ട് ഒഴിക്കണം. നിങ്ങളെല്ലാം കൂടെ കൂടി അച്ഛമ്മ എല്ലാം കൂടെ കുടിച്ചുമ്പോ നശിപ്പിക്കുമല്ല. എന്തോന്ന് ഇവിടെ ഒന്ന് തൂത്തു വരണ്ടെന്ന് അമ്മയോട് പറഞ്ഞത്. പിന്നെ എന്തിനാ തൂത്തു വരാൻ പോകുന്നത്? എന്നാ അതാ പറഞ്ഞ് ഇവിടെ ഒന്നും പറ്റത്തില്ല. കാരണം ഇതൊക്കെ വിത്ത് ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കാം. അവിടെ ഞാൻ വിത്തിടാൻ പോകുന്ന സ്ഥലമാ. എന്ത്
കഷ്ടകാലമാണോ ചുമ്മാ ഈ കാണിക്കുന്നത്? ഏ ഏ എന്താ അച്ഛമ്മ? അച്ഛമ്മക്ക് എന്നെ എന്താ അച്ഛമ്മ? അമ്മേ അമ്മേ ഇപ്പൊ എത്രാമത്തെ നമ്പറായി? 5. എന്നാ അടുത്ത പേര് ചെയ്തു. അമ്മേ അമ്മേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ കാണുന്നില്ലടാ? വിളിച്ചു കൂവേ. പുറത്ത് നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മക്ക് എന്താ പറ്റി? അച്ഛമ്മ ഞാൻ പല കാര്യവും സംസാരിക്കുന്നുണ്ട്, അച്ഛനാണ് തിരിച്ച് ഒരു മറുപടി മിണ്ടുന്നില്ല. ചുമ്മാ അതിന് കാര്യം കാണിച്ചോണ്ട് നിൽക്കുക. ഞങ്ങൾ ഇപ്പൊ പോയി സംസാരിച്ചാണല്ലോ. ഞങ്ങള് സംസാരിച്ചപ്പോ അച്ഛമ്മ ഞങ്ങളെ അടിച്ചു പുറത്താക്കി. പിന്നെന്താണ് മറ്റേ മട്ടൻ ബിരിയാണി ഇല്ലേ, അത് കഴിച്ചു. അതിനകത്തോളം മുട്ട കഴിച്ചപ്പോ അച്ഛമ്മക്ക് വയറുവേദന എടുത്തെന്ന് പോലും. അതിന് മട്ടൻ ബിരിയാണിയിൽ ആരെങ്കിലും മുട്ടയൊക്കെ ഇടുവോ? ഇല്ല ഇല്ല. അത് ഞങ്ങള് ചോദിച്ചു. അപ്പൊ പറയാ ആ കടയിലുള്ള മട്ടൻ ബിരിയാണിക്ക് മുട്ട ഉണ്ടെന്ന്. മട്ടനൊന്നും ആയിരിക്കത്തില്ല, വല്ല പട്ടിയിറച്ചിയൊക്കെ ആയിരിക്കും. ഇപ്പൊ കടയിലൊക്കെ അങ്ങനെയാ. ഇനി അച്ഛമ്മക്ക് വല്ല പേ വല്ലതും പിടിച്ചാ? അതിന് പട്ടിയുടെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പേ ആവൂ. അത് കടിച്ചാലല്ലേ ആവൂ. അതല്ല ഇങ്ങനെ ഇങ്ങനെ കാണിച്ച അവിടെ വന്ന് തന്നെ എങ്ങനെ പേയാ. ഇനി അച്ഛമ്മക്ക് നാരങ്ങച്ചാറൊന്നും കൊടുക്കാൻ നിക്കണ്ട. അതിനും കൂടെ കുറവുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. വാ നടക്ക. ഞാനില്ല. മാടി അങ്ങോട്ട്. വന്നേടത് പേല. ആ പ്രകാശനെ കൊണ്ട് ആ മറ്റേ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. ഓ നടുവിനൊരു പിടുത്തം. അമ്മ എന്തോന്നും മിണ്ടാത്തേ? അതിന് നീ എന്നോട് വല്ലതും മിണ്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് മിണ്ടാൻ. പിന്നെ ഞാൻ ചോദിച്ചപ്പോ എന്തിനാ അച്ഛമ്മ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കോക്കറി കാണിച്ചത്? എടാ അത് ഞാൻ എക്സസൈസ് ചെയ്തല്ലേടാ. ആ എക്സസൈസ് ചെയ്തപ്പോ എന്റെ വയറ്റും അതിനൊക്കെ അങ്ങ് മാറുകയും ചെയ്തു. വയറുവേന ഉണ്ടായിരുന്നു അതുകൊണ്ടാ. ഇപ്പൊ ശരിയായ? ഇപ്പൊ മനസ്സിലായ? എന്തു? ആരോട്? ഭക്ഷണം കുറച്ചാലും വയറുവേദന വരില്ല. നീ എന്നെ ഭക്ഷണം കുറപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. അവളെന്നെ ഭക്ഷണം കുറപ്പിക്കാൻ വരുന്നു. ഈ അച്ഛമ്മക്ക് എന്താ പറ്റിയേ? അച്ഛമ്മക്ക് എന്താ പറ്റിയെന്ന് ചേച്ചി ഇവിടെ ആലോചിച്ച് നിന്നോ. കൂടെ നിന്റെ അച്ഛനെയും കൂട്ടിക്കോ ആലോചിക്കാൻ. അതിന് അച്ഛനെവിടെയാ? ഞാൻ പോട്ടെ. ഞാൻ സത്യമായിട്ടും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ കാണിച്ചത് നേരത്തെ. നീ ഇങ്ങനെ പലതും കാണും. എനിക്കെന്നെ വട്ടുണ്ടോ? ആടാ എനിക്ക് വട്ടുണ്ട്. ആ വട്ടുണ്ട്. ഇതെന്തോ നടക്കുന്നിപ്പം. ആദ്യമായിട്ട് കിടാ ഇനി അത് മൊത്തം പോകും. നശിപ്പിക്കാൻ വേണ്ടി നടക്കുക. ഉണങ്ങിയല്ലേ അത്? ഉണങ്ങിയാലേ അല്ല ചകിരിയാ. ചകിരി കണ്ട ചകിരി ഇതിന് ഇട്ട് കൊടുക്കുന്ന ഇത് കൈയിടാൻ പറ്റൂല. പോന്ന് പോ. തീറ്റ തന്നത് കൊട്ടിപ്പിടിച്ചു ഇരുന്നു. കെട്ടിപ്പിടിച്ചിരുന്നു. എന്തോന്നത്? ഇതിവിടെ ഇരിക്കട്ടെ. ഇത് എന്റെ കയ്യിലിരുന്നാലേ എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഉള്ളവരും ആയിരിക്കും എനിക്ക് വട്ടാണെന്ന്. ഈ പ്രകാശൻ എവിടെ പോയി? എടാ പ്രകാശ, പ്രകാശ. ഈ ഇയർഫോൺ ഇത് എവിടെ കൊണ്ട് ചേക്കുന്ന ഇവൻ? രാവിലെ ഞാൻ എടുത്താണല്ലോ. മുട്ട ഇതാര് ഇവിടെ കൊണ്ട് ഈ മുട്ട വെച്ച? ഇവിടെ ഒന്ന് കോഴി മുട്ട ഇടുന്നുണ്ടാ? എന്തായാലും തിന്നേ, കുറച്ച് പ്രോട്ടീനൊക്കെ വരട്ടെ. ഓംലേറ്റ് അടിക്കാം. ചേട്ടാ ചേട്ടൻ ഞാൻ എത്ര നോക്കിയറിയോ? ഇത് ഇവിടുന്നാണ് എന്റെ ഇയർഫോൺ അല്ലേ എടുത്ത? ഇതെനിക്ക് അടുക്കളയിൽ കിട്ടിയതാ. ഞാൻ ചേട്ടൻ നോക്കിയത് അതിനാ ഈ ഇയർഫോൺ തരാൻ. ഓ അതിനാണോ? നിനക്ക് ഓംലേറ്റ് വേണോ? മുട്ട എവിടുന്ന്? വേണോ? ഓംലേറ്റ് വേണോ? എന്നാ വാ. എടാ ഇവിടെ വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ. നിന്റെ അമ്മയിലടാ വിളിക്കുന്ന. എന്തിനാണെന്ന് പറഞ്ഞ അമ്മേ? എന്താ എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നത്? എന്ത് വേണ്ടി ഇത്?
നിന്റെ കഷ്ടം മാറ്റാൻ വേണ്ടിയാ. ഇത് ആരെയും നോക്കുന്നേ? ഇത് എവിടെ പോയി? കാക്ക എടുത്തോണ്ട് പോയോ? കാക്കേ? ഏത് കാക്ക? എടാ, ഇവിടെ നോക്കി നിൽക്കാതെ പെരക്കകത്ത് അടഞ്ഞിരുന്നാ പോരാ. ആ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ നോക്ക്. അത് പറയാനാണ് എന്നെ അകത്ത് വിളിച്ചോണ്ട് വന്നത്. പിന്നെ അല്ലാതെ ചുമ്മാ കുത്തിയിരിക്കും പെരക്കകത്ത് കയറി. നമുക്ക് എന്താ വട്ടണ്ട? ഓടാ പോയി വെള്ളം ഒഴിക്കടാ പറ്റത്. എന്തൊരു പാടാപ്പാ ഇത്. എടാ സഞ്ജു, എനിക്ക് എവിടെ നടാ ഈ മുട്ട കിട്ടിയത്? എനിക്ക് മുട്ടത്തൊന്നും കിട്ടിയതാ അമ്മേ. അമ്മയ്ക്ക് വേണോ? ആ എന്താ എനിക്ക് കഴിച്ചൂടെ? എടാ ഞങ്ങൾക്കും വേണം കേട്ടാ. എനിക്കൊന്നും വേണ്ട. ആകപ്പാടെ ഒരു മുട്ടയുണ്ട്, 4-5 പേരും ഉണ്ട്. അയ്യ, 2 പേർക്ക് വിട, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മുട്ട. ചേട്ടാ, ഇത്രയും ചേട്ടന്, ഇത്രയും അമ്മയ്ക്ക്, ഇത്രയും എനിക്ക്. ഇത്ര നിനക്ക് തരാം. ഇതെന്തുവാടാ ഇത്? ഇത് സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. അച്ഛമ്മ, ഇത് ഓംലേറ്റ് ഉണ്ടാക്കിയതാ സഞ്ജു ചേട്ടൻ. അതിനിവിടെ മുട്ടയില്ലായിരുന്നല്ലോ. അമ്മേ, അത് അവന് മുറ്റത്ത് കിട്ടിയതാന്ന്. നമ്മുടെ തിന്നായിരിക്കൊണ്ടായിരുന്നു അച്ഛമ്മ. എനിക്ക് വന്ന മോഹിനിയുടെ കോഴി നിട്ടായിരിക്കും. എനിക്ക് ഏറ്റൊന്നും കൂടണ്ട കേട്ടോ, ഇന്ന് മുട്ട കിട്ടും. എടാ, നിനക്ക് ആ സിറ്റ് ഔട്ട് ഇരുന്ന് കിട്ടിയ മുട്ടയാണിത്. ആ സിറ്റൗട്ടിലെ മുട്ട അച്ഛമ്മ കണ്ടായിരുന്നോ നേരത്തെ? അമ്മ കുരുമുളക് പൊടി അവിടെ വെച്ചേക്കുന്ന എന്തോ പണിയാ അച്ഛമ്മ കാണിച്ചേ? ഇനി എനിക്ക് വേറെ നല്ല ഫ്രഷ് മുട്ട എവിടെ നിന്ന് കിട്ടും? എന്റെ കുഞ്ഞ്, ഞാൻ അങ്ങോട്ട് വന്ന് ഇത് നോക്കാൻ നോക്കിയപ്പോ എന്റെ കയ്യിൽ നിന്ന് താഴെ പോയതാ. നോക്കാൻ ഇങ്ങനെയാണോ നോക്കുന്നത്? അച്ഛമ്മ, ഇത് അച്ഛമ്മ അറിയാതെ ചെയ്തൊന്നുമല്ല. അച്ഛന് അച്ഛൻ മുട്ട ഇഷ്ടമല്ല, അതുകൊണ്ട് വാങ്ങത്തുമില്ല. എത്ര ദിവസങ്ങൾക്ക് ശേഷം ഈ മുട്ട ഒന്നും ഉണ്ടാക്കണറിയോ? അത് പോകിയില്ലേ? ഡേ, നിന്റെ കൊച്ചു പറയുന്നത് കേട്ടോടി. അവൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മ ഇതെന്തിനാ പിന്നെ തട്ടി താഴെയിട്ടെ? നിനക്കേ ഇത് തന്നെ പാടുള്ളൂ, എനിക്ക് തരില്ല എന്ന് പറഞ്ഞില്ലേ? ഇവളുടെ നീ കൊതിച്ചാണ് നീ മുട്ട താഴെ പോയത്. ഇനി ഫ്രഷ് മുട്ട എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാമേ? ഇനി ഇടുക കോഴി ഇവിടെ വന്ന് മുട്ട. ചിലപ്പോ നാളെ വന്നാലോ? എന്റെ മുട്ട കളഞ്ഞു ഒരു തിന്നോ. നീ നിന്നോ, ഒരു ചാക്ക അരിച്ചിട്ട് കൊടുക്കും. ഇതെടുത്ത് കളഞ്ഞാലേ ഇനി ആരും തിന്നാനൊന്നും പോണ്ട. എന്നാലും എന്റെ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയതാ അത്. ചേട്ടി, ഞാനൊന്ന് ചുമ്മാ ഒന്ന് പിടിച്ചോത്തി താഴെ പോയി. അതിനകത്ത് വെളിച്ചാണ് കൂടിയിട്ടാ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയത്. ഒരു മുട്ടയും പിടിക്കാൻ അറിയില്ല. മക്കളെ ഒന്നും കഴിക്കില്ല കേട്ടോ, മുഴുവൻ മണ്ണൊക്കെ പറ്റിയതാ. ശരിയാ, വെളിച്ചെണ്ണ അധികമായിട്ടുണ്ട്. എന്നാലും അച്ഛമ്മ പറഞ്ഞ കേട്ടില്ലേ, മുട്ട എടുത്ത് തന്നെ വീണെന്ന്? അതെന്ത് ലോജിക്കാ? ഇതുവാടേ മൂഡ് ഓഫ് ആയിട്ടൊക്കെ കഴിക്കുന്നത്. അച്ഛാ, അത് ഓഫ് ചെയ്യാതെയോ? ഈ കാര്യം പറ. സഞ്ജുവേട്ടൻ എനിക്ക് കഴിക്കാൻ കുറച്ച് ഓംലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതെടുത്ത് അച്ഛമ്മ തട്ടി കളഞ്ഞു. അത് അച്ഛമ്മ അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതൊന്നുമല്ല. അച്ഛമ്മ നിനക്ക് തരുന്നതിന് ഒരിക്കലും തട്ടിക്കളയത്തൊന്നുമില്ല. നീ അങ്ങനൊന്നും പറയണ്ട. അച്ഛൻ നാളെ കടയിൽ പോയിട്ടൊരു മുട്ട വാങ്ങിച്ചോണ്ട് വന്നിട്ട് നിനക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാം. പോരെ? സത്യം? സത്യം. ഇതെന്തുവാടേ കയ്യില്? സഞ്ജുവേട്ടൻ എനിക്ക് നടാൻ കുറച്ച് വിത്ത് തന്നിരുന്നു. അച്ഛനെ ഹെൽപ്പ് ചെയ്യോ? അവൻ തന്നെ എവിടെയെങ്കിലും വല്ലതൊക്കെ നട്ടിട്ടുണ്ടാവും. എന്റെ ചോട്ടി കൊണ്ടേ കുഴിച്ചങ്ങിട്. ചെല്ലേ പോ. പ്രേതം മുട്ടയിടൂ. അമ്മ, 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 ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പ്രേതങ്ങൾ മുട്ട ഇടും? നീ എന്ത് മണ്ട ചോദ്യാടാ പുണ്ണി ചോദിക്കുന്ന എന്നോട്? വെയിറ്റ് അമ്മ, ഇത് നോക്ക്. നീ ഇതിലേക്ക് വന്നേ, ഓടി വന്നേ. എന്താ അത്? പ്രേതത്തിന് ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത്? സഞ്ജുവേട്ടൻ എനിക്ക് നടാൻ വേണ്ടി
കുറച്ച് വിത്തല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഞാൻ മണ്ണ് കോരി വെച്ചപ്പോ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊരാള് കൊണ്ടുപോയി അവിടെ വെക്കാതെ നമ്മളെ പറമ്പത്ത് എങ്ങനെയാ വരുന്നത്? ആർക്കറിയാൻ? ഇതാ തള്ള തന്നെയായിരിക്കും ചെയ്തേ. വെറുതെ അല്ല, കുറെ നേരം മുണ്ടാണ്ടിരിക്കുന്നു നടക്കുന്നതല്ലേ. അമ്മ ഹായ്, നല്ല ഡിസൈൻ ഉള്ള മുട്ട. ഇത് നമ്മളെ പറമ്പത്തുണ്ടായി മുട്ടിയത് ഇവൻ എടുത്തുകൊണ്ട് വന്നത്. പറമ്പത്തുണ്ടാൻ ഇവിടെ മുട്ടമരണ്ടാ? ഇതാരെങ്കിലും അവിടെ കുഴിച്ചിടാതെ ഈ മുട്ട അവിടെ വരുവാടാ? ഞാൻ രാവിലെ ഓംലെറ്റ് കൊണ്ടുവന്ന മുട്ടയില്ലേ ഓംലെറ്റ് അടിക്കാൻ, അതെനിക്ക് തിന്നായിരുന്നു കിട്ടിയതാ. എടാ സഞ്ജു, അതെങ്ങാനും നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മണ്ട പൊട്ടിത്തെറിച്ചേനെ. പിന്നെ കോഴിമുട്ട കഴിച്ചിട്ട് ആരെങ്കിലും മണ്ട പൊട്ടിത്തെറിക്കൂ? ഇതങ്ങനെയുള്ള മുട്ടയല്ല മക്കളെ. അല്ല, ഇവിടുത്തെ ഏത് കോഴി എങ്ങനെ ഓടി നടന്ന് മുട്ട ഇടുന്നത്? ഈ മുട്ടയിട്ട കോഴി അമ്മ കണ്ടുപിടിക്കും. വാ, അച്ഛമ്മ എവിടെയാണ്? വിളിക്കണേ അച്ഛമ്മേ. അച്ഛമ്മേ, നിന്റെ പിന്നെ അവിടെ ഇല്ലേ? എന്നാ പുറത്തുണ്ടാവും. വാ നോക്കാം. സരിതയാണല്ലോ. സ്പീക്കർ 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 സ്പീക്കർ. അമ്മ എല്ലാം ഭംഗിയായിട്ട് ചെയ്താ? മുട്ട കുഴിച്ചിട്ടാ? അതെ, രണ്ടാമത്തെ മുട്ട പ്രകാശനെ കൂടെ തന്നെ എറിഞ്ഞുറപ്പിക്കണം. ആ, ഹലോ അമ്മ, എന്തൊന്നും മിണ്ടാത്തേ? ഇത് അമ്മയല്ല. പുഷ്പിച്ചാണോ? ഓഹോ, നീയും അമ്മയും കൂടിയാ ഇത് ഓരോന്ന് ഒപ്പിച്ചു വെച്ചതല്ലേ? അത് ചേച്ചി, ഞാനത് ചേട്ടന് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചേട്ടന് നല്ലത് വരുത്താൻ വേണ്ടി ഞങ്ങൾ ജോത്സ്യനെ കണ്ടപ്പോ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോ ചെയ്തു എന്നേ ഉള്ളൂ. അയ്യോ, എനിക്കിതിലൊരു പങ്കുമില്ലേ? ഹലോ, ഇവിടെ കട്ടാക്കി കളഞ്ഞടാ. ഇത് അച്ഛന് വേണ്ടിയിട്ടൊന്നല്ല മക്കളെ, ഇത് ആരാർക്ക് വേണ്ടി ചെയ്താന്ന് എനിക്കറിയാം. വന്ന് നോക്കാലോ, ഇങ്ങോട്ട് വാ. വാടാ മക്കളെ. അച്ഛമ്മേ, അച്ഛമ്മേ, ഇവിടെ എവിടെയും ഇല്ല. ചേർ കൊണ്ട് എടുത്തു നോക്ക്. അമ്മയും മക്കളും കൂടെ ധൃതി പിടിച്ചത് എങ്ങോട്ടാ? എവിടെ നിങ്ങളുടെ അമ്മ? എനിക്കറിയത്തില്ല. എന്നാ ദാ ഇതെന്തുവാ? കൂടോത്രം. അയ്യോ, ഞാനും എന്റെ മോനും നശിച്ചു പോകാൻ വേണ്ടിട്ട് നിങ്ങളുടെ അമ്മ മനഃപൂർവ്വം സരിതയെ കൂട്ടുപിടിച്ച് ചെയ്തതാ. എവിടെ നിങ്ങളുടെ അമ്മ? ഇപ്പൊ അറിയണം എനിക്ക്. അറിയത്തില്ലടി. വേണം മക്കളെ, പിടിക്കാല്ലേ അതിനെ. വേഗം വാ. എവിടെയും ഒളിച്ചു വെക്കുന്നുണ്ടോ? അമ്മ എന്താ ചെയ്യുന്നേ? എടീ ഞാനേ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയുക. അതില് മാത്രം പുല്ലില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ കണ്ടതല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. അമ്മ ഇതല്ലേ തപ്പുന്നത്? അല്ലേ? ഇതെങ്ങനെയാ ഇവിടെ വന്നത്? എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കിയേ. ഉരുണ്ട് കളിക്കാൻ പാടില്ലേ. സരിത എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിളമ്പിക്കോ. ബാക്കി ഫുൾ പോരട്ടെ. പറ അച്ഛമ്മ. എടി ഞാൻ ഈ പ്രകാശന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ. ഇത് പ്രകാശിന് വേണ്ടി ചെയ്തതൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അമ്മക്ക് ഇത് പണ്ടേ ചെയ്യായിരുന്നു അല്ലേ? ഇത് അമ്മ എന്നെയും എന്റെ മോനെയും നശിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്തതല്ലേ അമ്മ? ഞാൻ അങ്ങനെ ചെയ്യുവോ? പിന്നെ എന്റെ കുഞ്ഞിന് PSC കിട്ടാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്തതല്ലേ? അരുതാത്തൊന്നും പറയല്ലേ പിള്ളേരെ. എന്തുവാ അമ്മ ഇത്? എന്നാലും എന്റെ പൊന്നു മോനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത്? ഇത് പുങ്ങി തിന്നോ. മരിച്ചാലും മറക്കരുതടാ സഞ്ജു. ഇത് മരിച്ചാലും മറക്കരുത് അച്ഛമ്മ ചെയ്തത്.
അച്ഛമ്മേന് ഒന്നും പറയണ്ട. എന്നിട്ട് അച്ഛമ്മക്ക് എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി അച്ഛമ്മേ? അച്ഛമ്മയോട് ഒരു മുട്ട മടി. എന്തോ അമ്മ ഇത് വല്ല കാര്യമുള്ള കാര്യമാണോ? എടാ നിനക്ക് വേണ്ടിയൊക്കെ അല്ലേടാ ഞാൻ ഇതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ എല്ലാവരും വിശ്വസിക്കാൻ പോലെ എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞ ഇത്രയും പ്രായം എനിക്ക് വേണ്ടി ഇപ്പോഴാണോ ചെയ്യുന്നത്? എന്തൊരു കഷ്ടമാ.